അന്യരാഷ്ട്രത്തിൽ നിന്നുള്ള ശക്തികൾ, സൈനിക ശക്തികൾ നമ്മളിലേക്ക് നുഴഞ്ഞു കയറുകയും നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്താൽ അതിനെ പ്രതിരോധിക്കേണ്ടി വരും. ആദ്യം പ്രതിരോധിക്കുകയാണ് ചെയ്തത്, പിന്നീട് ശക്തമായ സന്ദേശം കൊടുക്കേണ്ടി വന്നാൽ അത് കൊടുക്കേണ്ടി വരും. അങ്ങനെയാണ് ചില പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് ആക്രമിച്ചിട്ടുള്ളത്. യുദ്ധം സംഭവിക്കാതിരിക്കട്ടെ, പക്ഷേ നിശ്ചയമായും ഇത്തരത്തിലുള്ള ആഭ്യന്തരമായ ഭീകരാക്രമണങ്ങളെ ചെറുത്തുകൊണ്ട് ഈ രാജ്യത്തെ സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ടവരാണ് ഈ രാജ്യത്തെ സർക്കാർ, ഈ രാജ്യത്തെ സേന. നമ്മൾ ഓരോരുത്തരും ആ ഉത്തരവാദിത്വത്തിലേക്ക് ഉയർന്നുകൊണ്ട് കാര്യങ്ങളെ വിലയിരുത്താൻ നമ്മൾ പഠിക്കണം. അവിടെ നമ്മൾ ലോക സമാധാനത്തിന്റെ പൂച്ചെണ്ടുകൾ വിരിയട്ടെ എന്ന് പറയേണ്ട. ലോകസമാധാനം ഉണ്ടാകണം എന്ന കാര്യത്തിനകത്തൊന്നും നിലപാട് വ്യത്യാസമില്ല. പക്ഷേ 2001 പാർലമെന്റ് നേരെ അറ്റാക്ക് നടന്നിരുന്നു, നമ്മൾ സമാധാനത്തിന്റെ പാതയിലായിരുന്നു. 2005 ഡൽഹിയിലെ വിവിധ സ്ഥലങ്ങളിൽ വലിയ സ്ഫോടനങ്ങൾ ഉണ്ടായി, 60ഓളം മനുഷ്യർ മരിച്ചിരുന്നു, നമ്മൾ സമാധാനത്തിന്റെ പാതയിലായിരുന്നു. 2006 മഹാരാഷ്ട്രയിൽ വിവിധ ട്രെയിനുകളിൽ ഒറ്റയടിക്ക് സ്ഫോടനം ഉണ്ടാക്കി 200 പേരെ കൊന്നു, നമ്മൾ സമാധാനത്തിന്റെ പാതയിലായിരുന്നു. 2008 മുംബൈയിൽ 3 ദിവസം നടന്ന അറ്റാക്കിൽ 176ഓളം മനുഷ്യർ വിദേശികളടക്കം മരിച്ചു, നമ്മൾ സമാധാനത്തിന്റെ പാതയിലായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം ആ സമാധാനത്തിന്റെ പാത ഉപേക്ഷിക്കാൻ വന്നിട്ടുണ്ട്. ഇപ്രാവശ്യം പഹൽഗാം എന്ന് പറയുന്നത് പൊറുക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് പ്രതിരോധവും ചിലപ്പോഴൊക്കെ ചില മുന്നറിയിപ്പും നൽകേണ്ടി വരും. വാർ ഹിസ്റ്റീരിയ ആയിരുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്കിരിക്കാം. പക്ഷേ രാജ്യത്തിന്റെ പ്രതിരോധത്തെ, രാജ്യത്തിന്റെ സുരക്ഷയെ ഏതെങ്കിലും അന്യശക്തികൾ അതിക്രമിച്ച് കടന്നാക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ ആ അക്രമത്തോട് നിസ്സംഗത പുലർത്തുകയും ആ സമയത്ത് ലോകസമാധാനം വിടരട്ടെ എന്ന് പറയുകയും ചെയ്യുന്നതിനപ്പുറത്ത് നമ്മുടെ സൈനികർ അതിർത്തിയിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മളുടെ ജീവന് വേണ്ടിയിട്ടാണെന്നുള്ള ഉത്തമ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേട്ടോ നമ്മൾ ആ വാർത്തകളെല്ലാം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്.